കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ചേരുന്നുണ്ട്. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ 7-ന് തീരുമാനമെടുക്കും. കണ്ണൂരിൽ മത്സരിച്ച് വിജയിച്ചാൽ കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനവും ന്യായ് യാത്രയും ഇന്ത്യ മുന്നണിയുടെ റാലിയും ഒക്കെയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ വൈകിയിട്ടുണ്ട്. ഈ സമയം മറികടക്കാനാണ് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നത്. PCCകളെ 5 ക്ലസ്റ്ററുകളായി തിരിച്ചിട്ടുണ്ട്. ഇതുപ്രകാരമാണ് 5 ദിവസങ്ങളിലായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുക. 7-ാം തീയതി ചേരുന്ന ആദ്യ CECയിൽ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുക്കും. തുടർച്ചയായി മണ്ഡലം മാറുന്നത് തിരിച്ചടിയാകുമെന്നതിനാൽ രാഹുൽ ഗാന്ധി വയനാട് തന്നെ മത്സരിക്കും. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ മണ്ഡലമായ കണ്ണൂരും കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴയുമാണ് സത്യത്തിൽ ആകെയുള്ള പ്രധാന തലവേദന. ആലപ്പുഴയിൽ KC വേണുഗോപാൽ തയ്യാറായില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളത്. പക്ഷേ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മറ്റൊരു മണ്ഡലം കണ്ടെത്തണം. ചർച്ചകൾക്കായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാളെ എത്തും. CECക്ക് മുൻപായി അനൌദ്യോഗിക ചർച്ചകൾ നടക്കും. വയനാട് മണ്ഡലത്തിൽ MI ഷാനവാസ് ആയിരുന്നു നേരത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗശേഷമാണ് 2019-ൽ രാഹുൽ ഗാന്ധി എത്തുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കും. ഷാനവാസുമായി അടുപ്പമുണ്ടായിരുന്ന KP നൌഷാദ് അലി വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിലുണ്ട്. MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ, PM നിയാസ്, ആര്യാടൻ ഷൗക്കത്ത് എന്നിവരും സാധ്യതയുള്ളവരാണ്. രാഹുൽ ഇല്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. UDFന് ഉറപ്പുള്ള മണ്ഡലമാണ് വയനാട്. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി മോഹികൾ വയനാട് ലക്ഷ്യമിടുന്നത്. അതേസമയം ആലപ്പുഴയിൽ കാര്യങ്ങൾ മറിച്ചാണ്. 2019-ൽ UDFന് നഷ്ടമായ ഏക മണ്ഡലമാണ് ആലപ്പുഴ. ഇവിടെ ഇനിയും മത്സരിക്കാൻ ഷാനിമോൾ ഉസ്മാന് താല്പര്യമില്ലെന്നാണ് വിവരം. പാർട്ടിയിലുള്ളവർ തന്നെ പാലം വലിക്കുമെന്ന ആശങ്കയിലാണ് അവർക്ക്. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായാൽ ജില്ലയിലെ എല്ലാ നേതാക്കളും ഒരുമിച്ച് നിൽക്കുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാന നിമിഷം വരെ തീരുമാനങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കും. 2 വനിതകൾ, 2 ഈഴവ, 1 മുസ്ലിം എന്നിങ്ങനെയുള്ള സമവാക്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉറപ്പാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KC വേണുഗോപാലിന് 2026 വരെ രാജ്യസഭാംഗത്വമുണ്ട്. ഇക്കാര്യം കണക്കിലെടുത്ത് അദ്ദേഹം പിന്മാറിയാൽ ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കണ്ണൂരിൽ കെ സുധാകരനു പുറമെ VP അബ്ദുൾ റഷീദ്, ഷമ മുഹമ്മദ് എന്നിവരുടെ പേരും ചർച്ചയിലുണ്ട്.